ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്നത് ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്ടിനകത്ത് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്ന ഒരു വീടാണ്. 8ഓളം വില്ലകളാണ് ഈ ഒരു ഗേറ്റഡ് വില്ലയുടെ അണ്ടറിൽ വരുന്നത്. എല്ലാ വീടുകളും സെയിലായി ആളുകൾ താമസമായതാണ്. ഒരു വീട് കൂടിയാണ് നമുക്കിനി ഇവിടെ സെയിലിനായിട്ടുള്ളത്. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടിക്കടുത്ത് മലയിടം തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. നല്ല ഭംഗിയായി ഓപ്പൺ വില്ല കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള ക്യൂട്ട് ആയിട്ടുള്ള വില്ലകളുമാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്തുള്ള ഒരു വീട്ടിൽ നമുക്കിന്ന് പരിചയപ്പെടാം. ഇതിനകത്തൂടെ പോകുന്ന റോഡ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ചിട്ടുണ്ട്. 2 വാഹനങ്ങൾ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് റോഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഇന്ന് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്ന വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് 300 ലിങ്സിലാണ് ലാൻഡ് കിടക്കുന്നത്. 1900 സ്ക്വയർ ഫീറ്റില് 4 ബെഡ്റൂമില് നല്ലൊരു ബഡ്ജറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീട് ഈ കാണുന്നതാണ്. നമുക്ക് വീടിന്റെ ഫ്രണ്ടിലേക്ക് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് ഇടയിലെല്ലാം ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റിനും നോക്കിയാൽ കാണാം പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളും ടെക്സ്ചർ വർക്കുകളും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ കളർഫുൾ ആയിട്ടുള്ള ഒരു പെയിന്റിങ്സും ലൈറ്റും ഫിറ്റിംഗ്സും എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് വളരെ അട്രാക്ഷൻ തോന്നുന്ന രീതിയിലാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ വരുമ്പോൾ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെ കിട്ടുന്നത്. ഒരു കാറാണ് നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. രണ്ടാമത്തെ കാർ പാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നേരെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള സ്പേസ് കാണാം. 1ഉം 2ഉം കാറുകൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇതുപോലെ ഓപ്പൺ വില്ല കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഗസ്റ്റ് ഒക്കെ വന്നാൽ മൂന്നാമതൊരു കാർ കൂടെ ഒതുക്കി ഒന്ന് പാർക്ക് ചെയ്തിടാനൊക്കെ വില്ലയുടെ എൻഡിലൊക്കെ ആയിട്ട് നമുക്ക് സ്ഥലം കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് സ്റ്റോൺസ് വിരിച്ച് ഗ്രാസ് ഇട്ടിട്ടുണ്ട്. നേരെ വരുന്ന എൻട്രൻസിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് തിരിച്ചിരിക്കുന്നത്. വീടിനകത്തേക്ക് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിറയെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലോട്ട് പോകുന്നതോറും നമുക്ക് അവിടെ കിണർ കാണാൻ പറ്റുന്നുണ്ട്. വെള്ളത്തിനുള്ള സോഴ്സ് നമുക്ക് കിണറും KWയുടെ വാട്ടറുമാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറിന്റെ സ്ഥാനം. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴും നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ഇവിടെയും വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡിലുള്ള വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെയും ബേബി മെറ്റൽ വിരിച്ചിട്ടുണ്ട്. ആളുകൾക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു 3 ചെയർ ഇടാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന് മുകൾ ഭാഗത്തായിട്ട് ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് കാർ പോർച്ചിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ ഒരു വലിയ ലൈറ്റും ചുറ്റിനും നിറയെ ഷോ ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. കാർ പോർച്ചിന്റെ 2 പില്ലറുകൾ വന്നിട്ട് ഭംഗിയുള്ള ഡിസൈനിൽ ടെക്സ്ചർ വർക്കിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോറിൽ കാണുന്നതാണ്. 2 പാളിയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. വലിയൊരു ഏരിയയാണ് നമുക്കിവിടെ ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. ടൈല് നോക്കുവാണെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസും ബാക്കിയുള്ള വിൻഡോസ് വന്നിട്ട് ഈ ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കുകൾ വരുന്നുണ്ട്. ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ ഫേസ് ചെയ്യുന്ന രീതിയിലാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഓപ്പൺ ഷെൽഫുകൾ കാണാം. ഡോറുകൾ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇൻവെർട്ടർ വെക്കാനായിട്ട് ഈ ഒരു ഏരിയ തന്നെ യൂസ് ചെയ്യാം. ബിക്കോസ് സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നമുക്ക് TV യൂണിറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്.
8 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ബാക്ക് സൈഡിലായിട്ട് 3 വിൻഡോസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിവുഡിൽ സൈഡിൽ CNC കട്ടിങ്ങിന്റെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷ് ബേസിൻ വെക്കാനും അതുപോലെ തന്നെ ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ സാനിറ്ററി എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കാൻ അങ്ങനെയുള്ള ചെറിയ വർക്കുകൾ മാത്രമാണ് ഇവിടെ പെൻഡിങ് ഉള്ളത്. എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഫിറ്റ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ഏരിയയിൽ നോക്കുവാണെങ്കിൽ ഇത് നമുക്ക് വാഷ് ബേസിൻ വെക്കാനായിട്ട് ഗ്രാനൈറ്റ് ആണ് അവിടെ ഇട്ടിരിക്കുന്നത്. താഴെയൊക്കെ ആണെങ്കിലും ഒരുപാട് ഓപ്പൺ ക്യാബിനറ്റ്സും ഇവിടെയൊക്കെ ഒരുപാട് ഡോർ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുന്ന കബോർഡുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യത്തിനുള്ള വർക്കുകൾ വരുന്നുണ്ട്. LED ബൾബുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഡൈനിങ് ഹാളിന്റെ റൂഫും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിൽ താഴെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വോളിൽ സിംഗിൾ വിൻഡോസും അവിടെ 3 വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. വുഡൻ കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. മിറർ കൂടി അതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് വർക്കുകളൊന്നുമില്ല, എന്നാൽ ആവശ്യത്തിന് മാത്രം LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ബ്രൗൺ കളറിലെ ഡിസൈൻ വരുന്ന ടൈലാണ് വോളിലും ഫ്ലോറിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ ഇവിടെ തന്നെയുണ്ട്, അത് മാത്രം ഫിറ്റ് ചെയ്യാനുള്ള വർക്കാണ് പെയിന്റിംഗ് ഉള്ളത്. ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ലിവിങ്ങിനും ഡൈനിങ്ങിനും മിഡിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 10.5-12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 സിംഗിൾ വിൻഡോസ് ഈ ഭാഗത്തും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ്. മിറർ കൂടി നമുക്ക് ഇതിന്റെ കൂടെ ഈ ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എല്ലാ ഡോറുകളും സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഗ്രേ ഷെയ്ഡ് വരുന്ന ടൈലുകളാണ് ബാത്റൂമിനകത്ത് വോളിലും ഫ്ലോറിലും കൊടുത്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞ് നമുക്കിത് കിച്ചൺ ആണ് കാണാനുള്ളത്. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്കൊരു ഡോർ വെച്ച് ഇത് ക്ലോസ് ചെയ്യാവുന്നതിനുള്ള ഓപ്ഷനും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻട്രൻസ് നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് വർക്കുകളാണ് മൾട്ടിവുഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നിറയെ നമുക്ക് ചെറിയ ചെറിയ പോട്ട്സ് ഒക്കെ വെക്കാനായിട്ട്, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് ഓപ്പൺ ഷെൽഫുകൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ക്രോക്കറി ഷെൽഫിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ഡോറുകളും വുഡൻ ഡോറുകളും ഡ്രോസും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ആണ് ഈ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് നമ്മൾ നേരെ വരുന്ന സമയത്ത് കിച്ചണിൽ ഒരു 3 അല്ലെങ്കിൽ 4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് അലോ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വിൻഡോസ് 2 സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 3+2 എന്നുള്ള രീതിയിലാണ് വിൻഡോകൾ കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ ചെറിയൊരു പ്രൊജക്ഷൻ മാത്രമായിട്ടാണ് വർക്ക് വരുന്നത്. അവിടെയായിട്ട് നമുക്കൊരു ചെറിയ ഫാൻ ഫിറ്റിങ്ങിനുള്ള പ്രൊവിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് പുറത്തേക്കാണ്. നമ്മുടെ വർക്ക് ഏരിയയൊക്കെ ചെയ്യാനുള്ള സ്പേസ് ആണ്, അത് വേക്കന്റ് ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് എത്തിയിരിക്കുന്നത്. കയറി വന്ന വഴിക്ക് നോക്കിയാൽ കാണാം CNC കട്ടിങ്ങിന്റെ ഡിസൈൻ കൊടുത്തിട്ട് വലിയൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നല്ല രീതിയിൽ വെളിച്ചം അകത്തേക്ക് കടക്കാനായിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്ന സമയത്ത് വലിയൊരു ഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത്. കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ നടന്ന് നേരെ വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെയാണ്. TV വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഏത് വോള് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിനുള്ള പ്രൊവിഷൻ എല്ലാം തന്നെ നമുക്ക് ഇട്ടിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം എത്ര വലിയ സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്നുള്ളത്. സ്റ്റെപ്പ് കയറി വന്നപ്പോൾ തുടങ്ങി നമുക്ക് മുകളിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകൾ. എല്ലാ ബോർഡർ ലൈനുകളിലും LED സ്ട്രിപ്പുകൾ ഇട്ടിട്ട് വളരെ കുറച്ച് LED ബൾബുകൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വളരെ ഭംഗിയായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നത് ആ ഒരു ഭാഗത്ത് നിന്നാണ്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഡോറുകൾ തുറക്കാം. ഇവിടെ നിന്ന് ആദ്യത്തെ ഡോർ തുറക്കുന്നത് ബാൽക്കണിയിലേക്കാണ്.
ബാൽക്കണിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് രണ്ട് ബാൽക്കണി ആയിട്ടാണ് കിട്ടുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള ബാൽക്കണിയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് ടൈൽസ് ഒക്കെ കൊടുത്ത് സേഫ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് തുറന്ന് താഴേക്ക് ഇറങ്ങാനായിട്ട് ചെറിയൊരു എൻട്രി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോർ വഴി നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ താഴെ നമുക്ക് മറ്റൊരു സ്പേസ്, ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ബാൽക്കണിയിൽ കിട്ടുന്നത്. താഴെയൊക്കെ നോക്കിയാൽ ആ വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഷോ വോളിൽ നിറയെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ താഴെ നിന്ന് തന്നെ കണ്ടതാണ്. നമ്മൾ ഇവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഇവിടെയായിരുന്നു നമ്മൾ ബാൽക്കണി കണ്ടത്. തൊട്ടടുത്ത ഡോറാണ് മൂന്നാമത്തെ ബെഡ്റൂമിന്റേത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 10.5-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 സിംഗിൾ വിൻഡോസ് ഈ ഭാഗത്തും ബാക്കിയുള്ള 3 വിൻഡോസ് അവിടെയുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ പ്രൊജക്ഷൻ ആയിട്ട് ബോർഡർ ലൈനുകൾ വരുന്നുണ്ട്. ഓരോ കോർണറിലും LED ബൾബുകളും ഇവിടെ ഒരു ഷോ ലൈറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ്. ടൈലുകൾ നോക്കുവാണെങ്കിൽ ബ്രൗൺ ആണ്. ഇവിടെയും നമുക്ക് ഫിറ്റിംഗ്സ് മാത്രമാണ് പെയിന്റിംഗ് ഉള്ളത്. മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. നേരെ പോകുന്നത് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസിലൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4ാമത്തെ ബെഡ്റൂം നല്ല അത്യാവശ്യം വലിയ അളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 10.5-12 ഫീറ്റിലാണ്. താഴെ ഫുഡ് ലാംപ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് 2 സിംഗിൾ വിൻഡോസ്. ഇവിടെ ബാക്കിയുള്ള 3 വിൻഡോസും ആണ് വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ബോർഡർ ലൈനുകളിലെല്ലാം LED സ്ട്രിപ്പുകൾ ഇട്ടിട്ടുണ്ട്. കോർണറുകളിലൊക്കെ LED ബൾബുകളും ഷോ ലൈറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച് ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ്. സെയിം മോഡലിലും അതേ കളർ കോമ്പിനേഷനിലും ഒക്കെ തന്നെയാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളും നല്ല സൗകര്യത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളും കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്കിനി ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ് കാണാനുള്ളത്. ഈ ഒരു ഡോറാണ് യൂട്ടിലിറ്റിയിലേക്കുള്ള എൻട്രൻസ്. അത്യാവശ്യത്തിന് നല്ലൊരു വലിയ ഏരിയ തന്നെ നമുക്ക് യൂട്ടിലിറ്റിക്കായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു റൂം ആയിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റിൽ ചെയ്തിട്ട് വിൻഡോസും ഡോറുകളും എല്ലാം നല്ല സേഫ് ആയിട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നമുക്ക് ഒരു റൂമിന്റെ പർപ്പസിന് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനുള്ള എൻട്രൻസ് ആണ്. നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ടെറസ് മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇത് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പൂക്കാട്ടുപടിക്കടുത്ത് മലയിടം തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു വില്ല പ്രൊജക്ട് ആണ്. ഗേറ്റഡ് വില്ല പ്രൊജക്ട് ആണ്. 8ഓളം വില്ലകൾ വരുന്നത് എല്ലാം സെയിലായി. ഈ ഒരു വീട് മാത്രമാണ് നമുക്കിനി സെയിലിനായിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് ഓപ്പൺ വില്ല കോൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വീടുകളിലും ആളുകൾ താമസമായതാണ്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4 സെന്റ് 300 ലിങ്സിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 1900 സ്ക്വയർ ഫീറ്റ് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. 4.3 സെന്റ് ലാൻഡിൽ 1900 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന് താഴെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. ഓപ്ഷനായിട്ട് നമുക്ക് KW വാട്ടറും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 68 ലക്ഷം രൂപയാണ്. 68 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ ഓണറുമായി നിങ്ങളെ ഇരുത്തി സംസാരിപ്പിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഈ വീട് ലോൺ വ്യവസ്ഥയിൽ സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീട് സ്വന്തമാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.